ഹലോ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമാ ലോകത്ത് തന്നെ ഇപ്പോൾ ഒരു ടോപ്പ് വൈബായിട്ട് നിൽക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയെ കുറിച്ചാണ്. ഡൈസറി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഉണ്ടല്ലേ. ഇതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ക്രോധങ്ങൾക്ക് വിധി അല്ലെങ്കിൽ പാപങ്ങൾക്ക് ന്യായവിധി കിട്ടുന്ന ദിവസം എന്നിങ്ങനെയെല്ലാം ഇതിനെ പറയാറുണ്ട്. മൂവി തുടങ്ങി ആദ്യ ഒരു 30 സെക്കൻഡിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിന്റെ ഒരു ഇന്റൻഷൻ എന്ന് വെച്ചാൽ തന്നെ. ഒരു ഹൊറർ ത്രില്ലർ മൂവി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും ആദ്യം തന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ തെറ്റി. അതായത് ആളുകളെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ തന്നെ. ഓരോ സിനിമയിലും ആളുകൾ ആ ഹൊറർ എന്നൊരു സാധനം ആളുകളിലേക്ക് എത്തിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമൊക്കെ കൊടുത്തിട്ടാണ്. പക്ഷേ ഈ ഒരു മൂവി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എങ്ങനെയാണെന്നല്ലേ, ശബ്ദം കുറച്ചുകൊണ്ട് തന്നെ ആളുകളുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്ത് ആളുകളെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ഈ മൂവിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ മൂവീസിലും ഒരുപാട് ശബ്ദങ്ങളൊക്കെ തന്ന് രസകരമാകുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആയിക്കൊണ്ട് തന്നെ ശബ്ദങ്ങൾ കുറച്ചുകൊണ്ടും ആളുകളെ ഭയാനകത്തിലേക്ക് കൊണ്ടുപോകാം എന്നതിന്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് തന്നെയാണ് ഡൈസറ. ഇവിടെ നായകനായി വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടന്റെ മോനായ പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ വൈബ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യം തന്നെയാണ്. പബ്ലിസിറ്റി ഇല്ല, ഷോ ഓഫ് ഇല്ല, എന്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പും ആളായിട്ട് കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ആളൊരു പുലി തന്നെ. പിന്നെങ്ങനെ, ലാലേട്ടന്റെ അല്ലേ മോൻ. ഇവിടെ ശൂന്യതയാണ് ആ ഒരു മൂവിയുടെ ഒരു ഭീതി എന്ന് വെച്ചാൽ തന്നെ. പ്രണവിന്റെ ആക്ടിംഗ് സ്കില്ലിന് ഇവിടെ പറയാനാണെങ്കിൽ സംസാരം വളരെ ലഘുവാണ്, കുറവ് തന്നെ. ആളുടെ ആക്ടിംഗ് സ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സൂം ആയിട്ട് അടുത്ത് വന്നിട്ടുള്ള ക്യാമറ ആണ്. അതിൽ തന്നെ പ്രൂവ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആളൊരു കിഡിൽ അസാധ്യമായിട്ടുള്ളൊരു ആക്ടർ തന്നെ. അതായത് ആളുടെ ഓരോ ആക്ടിങ് നമുക്ക് അത്ര ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഏറ്റവും എവിഡൻസ് ആയിട്ടൊരു മൂവി തന്നെയാണ് ഈ ഒരു മൂവി എന്ന് വെച്ചാൽ. സംസാരം അല്ലടോ വേണ്ടത്, കണ്ണുകൾക്കും ആക്ട് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നതിന്റെ ഒരു എവിഡൻസ് തന്നെയാന്ന് പറയാം. കോപം, അഭിമാനം, പേടി, തകർച്ച ഇവ എല്ലാവരും ഒന്നിച്ച് കാണിക്കാൻ സക്കീർ ഭായിക്ക് പറ്റുമോ? എന്നാ പറ്റുമോ? പ്രണവ് മോഹൻലാൽ ഇതുവരെ ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണെന്നും നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ കാണുന്നത് പ്രണവ് മോഹൻലാലിനെ ആണെങ്കിൽ പോലും ഇതിന്റെ പിന്നിലായി ഒരുപാട് ആളുകളുടെ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭ്രമയുഗത്തിലെ ചില ക്യാരക്ടേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഒരേ യൂണിവേഴ്സ് ആണല്ലോ, മേ ബി അതായിരിക്കും. സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. പലപ്പോഴും ഭയാനകത്തെ നമ്മൾ കാണുന്നത് ഇരുട്ടിന്റെ മറവിലായിരിക്കും, എന്നാൽ വെളിച്ചത്തിൽ പോലും നമുക്ക് ഭയം കാണുവാൻ സാധിക്കും. അമ്മാതിരി ക്രിയേറ്റീവ് ആയിട്ടൊരു സാധനമാണ് അടിച്ചിറക്കി വിട്ടിരിക്കുന്നത്. സൗണ്ട് എഫക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ BGM ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ സൈലൻസിൽ പോലും അത്ര ഹൊറർ, അത് അത്ര എടുത്ത് നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ് ഇത്. ഈ മൂവി കാണണം കേട്ടോ, ഒന്നെങ്കിൽ ഹെഡ്ഫോൺ ഇട്ട് അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി. ഞാൻ പറഞ്ഞു നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം, എങ്കിലേ നീയൊക്കെ പേടിക്കൂ. വെറുതെ അല്ലടോ, ശരിക്കും പേടിക്കും. സത്യം പറയാലോ, ഒരു കാലത്ത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒന്നെങ്കിൽ കറുത്ത സാരി അല്ലെങ്കിൽ വെള്ള സാരി, എന്തിനും കണ്ണെഴുതൽ മസ്റ്റ്, കണ്ണില് ലെൻസ്, കോന്ത്രപ്പല്ല്, ബ്ലഡ് ഊറ്റിയിരിക്കുക, ഇതൊക്കെ തന്നെ. ചുണ്ണാമുണ്ടോ മറക്കാൻ പറ്റുമോടെ? പക്ഷെ ഇപ്പോഴത്തേക്ക് സീൻ വേറെയാണോ. അതായത് വിസിബിൾ ആയിട്ട് അവിടെ ഒന്നും കാണില്ല, എന്നിരുന്നാൽ പോലും ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആകെ മൊത്തത്തിൽ നമ്മളെ ഒന്ന് പേടിപ്പിക്കും. ഒരു മൂവി കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും അയ്യോ എൻ്റെ അടുത്ത് ആളുണ്ടോ, എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ ഇങ്ങനെയാണോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണോ. ഇപ്പോഴത്തെ ഓരോ മൂവീസും അതുമാതിരി രീതിയിലാണ് പടച്ചു വിടുന്നത്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മളെ കാഴ്ചയിലായിരുന്നു പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറയാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് വിസിബിൾ ആയിട്ട് ഒന്നും കാണാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എവിടേക്കൊക്കെ, നമ്മുടെ സറൗണ്ടിങ്സിൽ എവിടേക്കൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് അറിയാതെ നമ്മൾ അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ട് പോയില്ലേ, അതുമാതിരി രീതിയാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഓരോ മൂവീസും ഉള്ളത്. ഒരു ന്യൂ വേവ് എന്ന് പറയുന്ന സാധനം തന്നെ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക്, ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് അത് രാഹുൽ സദാശിവനുള്ളത് തന്നെയാണ്. ഭൂതകാലം പറയാനാണെങ്കിൽ മനസ്സിന്റെ ഇരുട്ട്, ഭ്രമയുഗമാണെങ്കിൽ ചരിത്രത്തിന്റെ ഇരുട്ട്, ഇപ്പൊ തന്നെ ഡൈസറയും അത് പറഞ്ഞല്ലോ പാപത്തിന്റെയും ന്യായവിധിയുടെയും ദിവസത്തിന്റെ ആ ഒരു ഇരുട്ട്, ആ ഒരു കൺസെപ്റ്റ് ആണ് പുള്ളിയുടെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മലയാള ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങി. പണ്ടൊക്കെ നമ്മളെ ഭയങ്കര കോമഡി ആയിരുന്നു, പക്ഷെ നമ്മൾ അന്നും അത് ഭയങ്കര ആ ഒരു എൻജോയ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ അധികം ഭയങ്കര കോമഡി സീൻസ് ആയിരുന്നു അന്നൊക്കെ നമ്മൾ പേടിച്ചിരുന്ന സാധനങ്ങൾ.
പക്ഷെ ഇപ്പോഴുള്ള ഓരോ മൂവീസും നോക്കിക്കഴിഞ്ഞാൽ ജനറേഷൻ മാറുന്നതനുസരിച്ച് നമ്മുടെ മൂവി ഇൻഡസ്ട്രിയിലും ഭയങ്കരമായിട്ട് മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മൂവി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരുന്നാല്, നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ നമ്മളെ എത്രയും പീഡിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്താണ്? ശരിയല്ലേ? നമ്മൾ തനിച്ചായിരിക്കുമ്പോൾ മാത്രം നമ്മളെ പീഡിപ്പിക്കാനും മാത്രം എനിക്കുണ്ടോ? ഉണ്ട്. ഇരുട്ടാണോ അതോ ഭൂതമാണോ അതോ ശബ്ദമാണോ? ഒന്നും തന്നെയല്ല. നമ്മുടെ മനസ്സിന് പലപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ശബ്ദം കേട്ടാലും എന്ത് കേട്ടാലും നമ്മൾ പേടിക്കും. അതല്ലാണ്ട് പ്രേതം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊന്നുമില്ല. പേടിക്കാണോ? അതായത് നമ്മുടെ മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവരേതൊരു മൂവി കണ്ടു കഴിഞ്ഞാലും പേടിക്കും. അതിന്റെ എല്ലാം കൂടി ഒരു കൂട്ടിക്കലർന്ന വശം തന്നെയാണ് ഈ ഡൈസറിയിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. തിയേറ്ററിലെ കാര്യം പറയുകയാണെങ്കിലും പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. എല്ലാവരും കടിച്ചു പിടിച്ച് ശ്വാസമൊക്കെ പിടിച്ചങ്ങ് നിർത്തിയിരിക്കും. ഇന്റർവെല്ല് വരുമ്പോഴായിരിക്കും ഇങ്ങനൊരു ശ്വാസം വിടുന്നത്. അതിന് മാത്രം ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. കണ്ടറിയേണ്ട തന്നെയാണ്. ഡൈസറി എന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഹൊറർ മൂവി എന്നൊക്കെ കരുതും. പക്ഷേ ഇതൊരു ഹൊറർ മൂവി ആണെന്ന് ചോദിച്ചാൽ ഒരു ഹൊറർ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. അതായത് എന്തൊക്കെയോ ഉണ്ട് എന്നാ ഇല്ല. ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ്. ഇറ്റ്സ് എ നൈറ്റ്മെയർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് തന്നെ കേട്ടോ ഇത്. പ്രണവ് ഈ സിനിമ കൊണ്ട് തന്റെ ടാലന്റ് സോളിഡ് പ്രൂഫ് ചെയ്തപ്പോഴോ രാഹുൽ സദാശിവൻ ഒരു ഹൊറർ സിനിമയില് അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി ഈ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ഹൊറർ സിനിമയുടെയൊക്കെ ഒരു കിങ് എന്ന് വേണമെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് അത് നമുക്ക് രാഹുൽ സദാശിവന് കൊടുക്കേണ്ട തന്നെയാണ്. അതിന്റെയൊക്കെ ഒരു ബോസ് ആണെന്നും പറയാം. പിന്നെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ലാലേട്ടന്റെ മകൻ എന്നുള്ള ഒരു കാർഡ് മാത്രമല്ല അവിടെ കൊടുക്കേണ്ടത്. പകരം സ്വന്തം ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രണവ് മോഹൻലാലിനെ പറ്റി പറയാനാണെങ്കിൽ. താരമായിട്ട് ചെറിയ ചെറിയ റോളുകൾ ഈ പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വലുതായതിനു ശേഷമുള്ള ആദ്യ മൂവി എന്ന് പറയുന്നത് ആദി തന്നെയാണ്. ഈ ആദിയിലായിക്കോട്ടെ ഹൃദയമായിക്കോട്ടെ ഈ എല്ലാ മൂവീസും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഡൈസറിയിൽ നമുക്ക് പ്രണവിന്റെ ഒരു ആക്ടിങ് സ്കില്ലിൽ കാണാൻ പറ്റുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് റോള് തന്നെയാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഇത് പ്രണവിന്റെ കരിയറിൽ വളരെ മികച്ച നേട്ടമെന്ന് പറയുന്നതിൽ യാതൊരു മടിയില്ല. കാരണം ഇത് അങ്ങനെ തന്നെയാണ്. ലോകവ്യാപകമായിട്ടുള്ള കളക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും. റിലീസ് ചെയ്ത് വെറും 6 ദിവസത്തിനകം തന്നെ 50 കോടി രൂപ കളക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു മലയാള സിനിമയിൽ ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നിസ്സാര കാര്യമല്ല. ഇതിനു മുമ്പും രാഹുൽ സദാശിവൻ ഭ്രമയുഗത്തിൽ തന്നെ തന്റെ കഴിവും പ്രയത്നവും എല്ലാം പ്രകടിപ്പിച്ച ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡൈസറി ഇറങ്ങിയ സമയത്ത് ജനങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കല രാഹുൽ സദാശിവന്റെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ലൈറ്റ്നിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളിലേക്ക് ഒരു പേടി കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നുള്ള കാര്യം ഓഡിയൻസിന് നേരത്തെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഏകദേശം 24 കോടി ഇന്ത്യയിൽ മാത്രമായിട്ട് തന്നെ ഈ ഒരു മൂവി നേടിയെടുത്തിട്ടുണ്ട്. പ്രധാന നഗരങ്ങളിലും കേരളത്തിലും ഇന്ത്യയിലും GCC രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പോലും ചിത്രം ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ഓരോ ദിവസത്തിലെയും വിവിധ ഷോകളിലായി ആളുകളുടെ തിക്കും തിരക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും രാത്രി ഷോകളിലാണ് ജനങ്ങളുടെ ഒരു ഇടിച്ചുകയറ്റം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിത്രത്തിൽ ഭയപ്പെടുന്ന രംഗങ്ങൾ അല്ലെങ്കിൽ കൃത്രിമ ജംസ്കെയറുകൾ എന്നതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഉള്ളിൽ ഒരു ഭയം നിലനിർത്തുക എന്നുള്ളതാണ് ഈ മൂവിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെ. പ്രണവിന്റെ അഭിനയത്തിൽ ഈ ഒരു മൂവിയിൽ ഇത്രയും ഫാൻ ബേസ് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുള്ളിയുടെ ഒരു ഭാവ വ്യത്യാസം അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഓരോ മൈന്യൂട്ട് ചേഞ്ചിൽ കണ്ണുകളിലായിക്കോട്ടെ ഈവൻ ഓരോ ചെറിയൊരു മൂവ്മെന്റ്സിൽ പോലും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഒരു എടുത്തു പറയില്ല, അത് അനിവാര്യം തന്നെയാണ്. ചിത്രത്തിന്റെ ഓപ്പൺ എൻഡിങ്ങിൽ എത്തുന്നതിനാൽ ഇതിന്റെ 2ാം ഭാഗം ഉണ്ടാകുമോ എന്നൊരു ചർച്ച രംഗത്തെത്തി. ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു പുതുതലമുറ നായകൻ അല്ലെങ്കിൽ ഒരു പുതുതലമുറ സംവിധായകൻ അതുമല്ലെങ്കിൽ ഒരു പുതിയൊരു സിനിമാ രീതി അല്ലെങ്കിൽ സിനിമാ ഭാഷ എന്നിവയെല്ലാം തന്നെ ഒരു മലയാള ചലച്ചിത്രം അല്ലെങ്കിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു അസറ്റ് ആണെന്നും നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഡൈസറ എന്ന് പറയുന്നത് ഒരു സിനിമ മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണെന്നാണ് ഇവർ പറയുന്നത്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ ഡൈസറയുടെ വിശേഷം ഇതിവിടെ തീരുന്നു. സോ വീണ്ടും കാണാം. അതുവരെ ബൈ.